1946 പുന്നപ്ര വെടിവയ്പ്പിന് ശേഷം VS ഒളിവിൽ കഴിഞ്ഞത് പൂഞ്ഞാറിലും ഈ പരിസര പ്രദേശങ്ങളുമാണ്. ആ പൂഞ്ഞാറിലും പരിസര പ്രദേശങ്ങളും ഒളിവിൽ കഴിഞ്ഞതിന്റെ ഓർമ്മകളാണ് നമ്മളിപ്പം ഈ ഏരിയ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്ന K. മോഹനൻ ചേട്ടൻ നമ്മോട് പങ്കുവയ്ക്കായിരുന്നത്. അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? VS ഇവിടെ വരുന്നത് 1946 ഒക്ടോബർ 23 പുന്നപ്രയിൽ നടന്ന വെടിവയ്പ്പിന്റെ തുടർന്നാണ്. പൂഞ്ഞാറിൽ ആദ്യമായിട്ട് അദ്ദേഹം എത്തിയത് വാലാനിക്കൽ ഇട്ടിണ്ടാൻ വൈദ്യന്റെ വീട്ടിലേക്കാണ്. അവിടെ സഹദേവൻ എന്ന് പറയുന്ന ഇട്ടിണ്ടാൻ വൈദ്യന്റെ മൂത്ത മകനുമായിട്ട് അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ വൈദ്യന്റെ കുടുംബമായതുകൊണ്ട് ഈ വീട്ടിൽ നിരന്തരമായിട്ട് രോഗികളൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾക്ക് വരുന്ന സ്ഥിതിയുണ്ടായി. അപ്പം സുരക്ഷിതമായ ഒരു വാസസ്ഥലമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടുകാർ തന്നെ അവരുടെ സന്നദ്ധിപ്പെട്ട ഒരു വീടായ ചടലുകുന്ന് ഭാഗത്തുള്ള കരിമാലിപ്പുഴ കുഞ്ഞുപെണ്ണ് അവരുടെ മകൻ മാധവന്റെ വീട്ടിലേക്ക് അവിടെ വെച്ചാണോ ഈ പിടിക്കപ്പെടുന്നത്? മാധവന്റെ വീട്ടിൽ താമസം മാറ്റി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനടുത്തുള്ള മൂവേലിത്തോട് എന്ന് പറയുന്ന ഒരു തോട്ടിൽ അദ്ദേഹം കുളിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അവിടെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത് താമസിച്ചിരുന്ന ഒരു അധ്യാപകൻ ഇവിടെ അടുത്തൊരു സ്കൂളിൽ ജോലി നോക്കിയിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആ വഴി വരുമ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരു അപരിചിതൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്ന് കുളിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പുന്നപ്ര വയലാർ സമരം നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം വ്യാപകമായി കേരളത്തിലൊട്ടാകെ തിരുവിതാംകൂറിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ചുള്ള വ്യാപകമായ പ്രചരണം നാട്ടിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ വിവരം പള്ളിയിലെ അഥവാ അച്ഛനോട് പറഞ്ഞെന്നും ആ അച്ഛനാണ് പോലീസിൽ ഇങ്ങനെ ഒരു അപരിചിതൻ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കഴിഞ്ഞാണ് പോലീസ് ഇവിടെ വരികയും അദ്ദേഹം കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ വേഷത്തിൽ ഇവിടെ ഒന്ന് അറസ്റ്റ് ചെയ്ത് അവിടെ മുതൽ മർദ്ദിച്ച് ഈരാറ്റുപേട്ട ലോക്കപ്പിൽ കൊണ്ടിട്ട് ക്രൂരമായി മർദ്ദിച്ച് പിന്നീട് പാലാ ലോക്കപ്പിലും മർദ്ദിച്ച് നിരപ്രായനാക്കിയതിനു ശേഷമാണ് പോലീസ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് അത്ര ക്രൂരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഈ തോട്ടിൽ ഒറ്റമുണ്ടുമുടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് VS അച്യുതാനന്ദനെ SRCPയുടെ പട്ടാളം വന്ന് പിടികൂടി കൊണ്ടുപോകുന്നത്. അന്ന് ഇതുപോലെയായിരുന്നില്ല ഈ പ്രദേശം, ഒരുപാട് മാറിയിരിക്കുന്നു. കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ആൾ മരിച്ചുപോയി എന്നുള്ളൊരു ആശങ്കയിൽ അവരിട്ടിട്ട് പോവുകയത്. പിന്നീട് ആരോ ഒരു രോഗി കണ്ടുപിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ച് പിന്നെ വീണ്ടും ലോക്കപ്പിലാക്കി വീണ്ടും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. പിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മറക്കാൻ വയ്യാത്തൊരു സ്ഥലമാണ്. ആ ഇടയ്ക്ക് ശേഷം പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ അദ്ദേഹം ഈ കാര്യം പ്രസംഗത്തിലൂടെയൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് തന്നെയാണ് ഈ പുന്നപ്രയുടെ സമരനായകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയത് ഈ പൂഞ്ഞാറായിരുന്നു. പൂഞ്ഞാറിന് അദ്ദേഹത്തിന്റെ ആ സമരജീവിതത്തിലൊക്കെ വലിയ പങ്കുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും അതിനെക്കുറിച്ചുള്ള ആ ഒരു സാക്ഷ്യപ്പെടുത്തലും ഒക്കെയാണ് എന്തായാലും ഇപ്പോൾ മോഹനൻ ചേട്ടൻ നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.